ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റൽ മേറ്റ് എല്ലാവരുടെ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്ത് പോവാം. നമുക്ക് 2 മണി ടു 7 മണി വരെയാണ് പുറത്തോട്ട് പോകാനുള്ള സമയം തന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോവുകയാണ് ഗൈസ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. അടുത്ത അങ്കമാലി മാർക്കറ്റില്ല, മാർക്കറ്റ് റോഡിലോട്ടാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ചെപ്പൽ വെക്കാനുള്ള സ്റ്റാൻഡ്, പേസ്റ്റ്, ബ്രഷൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡ്, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ പോവാണ്. നല്ല മഴയായിരുന്നു ഗൈസ്, നല്ല മഴയായിരുന്നു. മഴയെന്ന് പറയാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ തോരാത്ത മഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ സ്മാർട്ട് പോയിന്റിലോട്ട് കയറി. ചുമ്മാ കയറിയതാണ്. എന്നിട്ട് ചുമ്മാ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. കുറച്ച് ഓഫേഴ്സുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഓഫറുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ചന്തയിലോട്ട് പോയി ഗൈസ്. ചന്തയിൽ മെയിനായിട്ട് ചന്തയിലാണ് പോയത്. അവിടെ മൊത്തക്കടയുണ്ടല്ലോ, മൊത്തക്കടയിൽ നിന്ന് വാങ്ങാനായിട്ടാണ് പോയത്. അപ്പോൾ റേറ്റ് നല്ല അഫോർഡബിളായിട്ട് റേറ്റ് കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് അങ്ങോട്ട് പോയി ഗൈസ്. മഴ നനഞ്ഞ് പനിയായി, വോയിസ് ഇടാൻ പോലും പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ നടക്കുക. ഫോർമൽ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് നോക്കുക, ആരായത്, എന്താ ഇങ്ങനെയാ എന്നൊക്കെ. എല്ലാവരും എന്താ ഫോർമൽ ഡ്രസ്സ് ഇട്ട് പെൺപിള്ളേർ താലും അത് വെറൈറ്റി അല്ലേ ഗൈസ് ചന്തയിലൊക്കെ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോഴത്തേക്ക് നമ്മളെ ശ്വേതയുടെ ഷൂ ലൂസ്, അങ്ങനെ കുറച്ച് ഷൂവിൻ്റെ അകത്ത് കുറച്ച് സ്പോഞ്ച് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ പട്ടിച്ചോ അടിച്ച് നടക്കണം. ഞാനാണ് ഗൈസ് കുലുക്കി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഫാൻസി സ്റ്റോറിൽ കയറണമായിരുന്നു. ഇവിടെ ഒന്നും ഫാൻസി സ്റ്റോർ കാണുന്നേ ഇല്ല. അങ്ങനെ ഫാൻസി സ്റ്റോർ തിരക്കി പോവുകയാണ് ഗൈസ്. ഫാൻസി സ്റ്റോർ തിരക്കി പോയി. ഏതായാലും ഒന്നും കിട്ടിയില്ല. പിന്നെ എന്താ പറയുക, സമയം ആയി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് പോകാൻ ബസ്സിൽ കയറി. ഓട്ടോയിൽ അങ്ങോട്ട് പോയി തിരിച്ച് ബസ്സിൽ പോയി. ഞങ്ങൾക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ചുമ്മാ ജാടയൊക്കെ കാണിക്കും, എന്തു കാണിക്കുന്നത് പോലും അറിയത്തില്ല. അങ്ങനെ ബസ് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്ന്. അവിടെ എന്തോ സമരം നടക്കുമായിരുന്നു ഗൈസ്, അങ്കമാലി ബസ് സ്റ്റാൻഡിൽ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. പിന്നെ നേരെ ഞങ്ങൾ ആ ഹോസ്റ്റലിൽ പോയി പിന്നെ റൂമിൽ കയറി. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ഗൈസ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.